കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അനിയൻ എന്നോട് പറഞ്ഞു, ഷെമീങ്ക, നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് അയച്ചു തരണം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ നാട്ടിൽ പോകുന്ന അതേ ദിവസം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. മനോഹരവും രാജകീയവും പ്രൗഢഗംഭീരവുമായ അവൻ്റെ വീടിൻ്റെ ഓരോ വിഷ്വൽസും ഞാൻ എടുത്ത് ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുത്തു. കഴിഞ്ഞ ദിവസം മറ്റൊരനിയൻ്റെ വീട് പണിയിട്ടതും ഞാൻ എടുത്ത് അയച്ചു കൊടുത്തു. ഈ 2 വീടുകളിലൂടെയും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണ് ആ വീടിൻ്റെ കാഴ്ചകളിലാണെങ്കിലും എൻ്റെ മനസ്സ്, എൻ്റെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, എൻ്റെ ഒരു താരതമ്യം ചെയ്യുന്ന അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഞാൻ ആലോചിച്ചു, ഇതുപോലൊരു വീട് ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഒരുപക്ഷെ ഞാൻ ലൈഫ് ലോങ് ഏൺ ചെയ്തത് മുഴുവൻ വെച്ചാൽ പോലും ചിലപ്പം അതിൻ്റെ ഒരു തറ കെട്ടാനും അതിൻ്റെ മുകളിലൊരു സ്റ്റെപ്പ് വെക്കാനും തികയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മനസ്സ് പല ചിന്തകളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കിട്ടുന്ന ഇൻകം അത് ഗൾഫിൽ നിന്ന് ഇൻകമാണ്, എനിക്ക് കിട്ടുന്നത് ടാക്സ് അടിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ മണിയുടെ ഇൻകമാണ്. ഞാൻ രണ്ടും കമ്പയർ ചെയ്തുകൊണ്ട് ചിലരൊക്കെ പറയും ഗൾഫിലെ ഇൻകത്തിന്, മുസ്ലിംസിൻ്റെയൊക്കെ ഭാഷയിൽ പറയാറുണ്ട്, ഭയങ്കര ബർക്കത്താണെന്നൊക്കെ പറയും. എന്താണ് ഗൾഫിലെ ഇൻകം ഇത്രമാത്രം ഗ്രോ ചെയ്യുന്നത്? ആ റിയാലിനും രൂപയും തമ്മിലുള്ള കറൻസി മൂല്യത്തിലെ വ്യത്യാസം മാത്രമാണോ എന്നൊക്കെ ഒരു ചോദ്യം എൻ്റെ മൈൻഡിലേക്ക് ഉദിക്കുകയാണ്. ഒരുപക്ഷെ എൻ്റെ ബ്രദേഴ്സിനേക്കാളൊക്കെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പോസ്റ്റിലാണ് എൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണ്. ലോകം നോക്കിക്കാണുമ്പോൾ ഡോക്ടർ എന്ന് കാണുമ്പോൾ എല്ലാവരെയും മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്നത് സാമ്പത്തികമായി ഇങ്ങനെ പണം കൊയ്ത് വീഴുന്ന ഒരവസ്ഥയാണ്. ചില ഡോക്ടേഴ്സൊക്കെ അങ്ങനെ ഉണ്ടാവും, എങ്കിലും എല്ലാവരെയും അതേ ഗണത്തിൽ തന്നെ അതേ ഒരു ആംഗിളിലൂടെ നോക്കിക്കാണുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. എൻ്റെ ഗ്രാമത്തിലൂടെ ഞാനിങ്ങനെ നടന്നു നീങ്ങുമ്പോഴൊക്കെ എൻ്റെ പല സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ വീടുകളിലേക്ക് ഞാൻ നോക്കും. അപ്പോൾ കാണുന്നതൊക്കെ വലിയ വലിയ വീടുകൾ. അവരൊക്കെ ഭൂരിഭാഗവും ഗൾഫിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുക, എന്തിനാണ് ഈ ഗൾഫ് മണിയുടെ എത്ര പ്രത്യേകത? ഒരു പക്ഷേ ടാക്സ് കുറവായതാണോ? എനിക്ക് തോന്നുന്നു ഗൾഫിലേക്കാളും നമ്മളിപ്പോൾ ഈ പെട്രോളിനും ഡീസലിനൊക്കെ വില കൂടുതലായതുകൊണ്ട് തന്നെ ലൈഫ് കൂടുതൽ എക്സ്പെൻസീവ് നാട്ടിലായതുകൊണ്ടാണോ? പല ചോദ്യങ്ങളും ഉദിക്കും. പിന്നെ ഞാൻ വിചാരിക്കും, എവിടെയോ ആണ് എനിക്ക് ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. ഒരുപക്ഷേ അവർക്കൊക്കെ ഉള്ളതിനേക്കാളും മാർക്കറ്റിംഗ് പൊട്ടൻഷ്യാലിറ്റി ഉള്ള പല കഴിവുകളും എനിക്ക് പടച്ചോൻ തന്നിട്ടും അതെന്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? എല്ലാവരും എൻ്റെ ഒരു അസറ്റ് എങ്ങനെ സെയിൽ ചെയ്ത് അതിലൂടെ ഫൈനാൻഷ്യൽ അഭിവൃദ്ധി ഉണ്ടാക്കുക എന്നാണ് ചിന്തിക്കാറുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളോട് ഓവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഡെഡിക്കേഷനുള്ള എമോഷൻ്റെ പാർട്ടായി മാറ്റുമ്പം അതിനെ മാർക്കറ്റ് ചെയ്ത് നമ്മൾ പരാജയപ്പെട്ടു പോകും. എൻ്റെ ഈ തിരക്ക് പഠിച്ച ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പോകും. ചില സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പലർക്കും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവർ ചെറിയൊരു പോക്കറ്റ് മണിയെങ്കിലും കൊടുക്കുമെങ്കിലും നമുക്കത് തരാത്ത തന്നെ തിരിച്ചു പോരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ആഗ്രഹിച്ചിട്ടല്ല, പക്ഷേ അത്ര പോലും കാണിക്കാത്തൊരവസ്ഥയുണ്ട്. കാരണം അതിന് മുമ്പിൽ തടസ്സം നിൽക്കുന്ന റോഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഡോക്ടറല്ലേ, ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടാവും, എങ്ങനെ ഇപ്പോൾ ചെറിയൊരു ഫണ്ട് കൊടുക്കുക എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. പിന്നെ കാരണം ഡോക്ടർ എന്ന് പറയുമ്പോൾ അതിനി എത്ര താഴെ RMO പോസ്റ്റുകളിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി വരെയുള്ള എല്ലാവരും ഒരേ സ്കെയിൽ വെച്ച് അടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശമ്പളത്തിൽ നിൽക്കുന്നവരെയും ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നവരെയും ഒക്കെ ഒരേ സ്കെയിൽ വെച്ച് അളക്കും. അങ്ങനെ പല ചിന്തകളും മനസ്സിലേക്ക് വരികയാണ്. നമ്മുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള വെർത്ത്ഫുൾ ആയിട്ട് ടൈം അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് അവരൊരു മൂല്യം കൽപ്പിക്കാതിരിക്കുന്നത് കാണുമ്പം ഞാൻ ചിന്തിക്കും, എന്തിനായിരിക്കും അവർ നമ്മളെ വിളിപ്പിച്ചത്? അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടായിരിക്കും, ഒരു ചാരിറ്റിക്കൊന്നും വേണ്ടിയായിരിക്കില്ല, ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിരിക്കും. അവർക്കതിന് ഫണ്ട് പോലും ഉണ്ടാവും. എങ്കിലും അവർ അങ്ങനെ ഒന്ന് ചോദിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനതിലൊന്നും വിഷമം ഉണ്ടാവാറില്ല. പക്ഷേ ഇതൊക്കെ പലരോട് പറയുമ്പം അവർ ചോദിക്കും, നിങ്ങൾ അവരും ചൂഷണം ചെയ്തല്ലേ എന്ന് ചോദിച്ചു. പലപ്പോഴും ബ്ലോഗ് ചെയ്യാനൊക്കെ പോകുമ്പം എനിക്കൊരു ബ്ലോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആയിരങ്ങളും ലക്ഷങ്ങൾ വരെ വാങ്ങിക്കൊണ്ടാണ് പലപ്പോഴും അവർ ചെയ്യാറുള്ളത്.
നമ്മൾ ചിലപ്പം പലപ്പോഴും ഇതുവരെ ഒരിക്കലും ഒരിടത്തു നിന്ന് ഒരു ചായ പോലും വാങ്ങുന്നത്, ഇനി ചായ കുടിക്കേണ്ടി വരികയാണെങ്കിൽ അത് കുടിച്ചതിന് ശേഷം മാത്രം വ്ളോഗ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. റിലേഷൻഷിപ്പിന് ഞാൻ പ്രാധാന്യം. കഴിഞ്ഞ ദിവസം ഞാൻ പൂനൂർ പോയപ്പം, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ച അവിൽ മിൽക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ ഒരു ഷോപ്പിൽ പോയി അവിൽ മിൽക്ക് കുടിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. നല്ല ടേസ്റ്റും പഴയ രുചിയൊക്കെ ഓർമ്മിപ്പിക്കുന്നതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ബ്ലോഗ് ചെയ്താലോ എന്ന് വിചാരിച്ചു. എൻ്റെ ഫോൺ എടുത്ത് വെച്ചപ്പം ആണ് മജീദ് ഖായി എന്നോട് പറഞ്ഞു, വേണ്ട വേണ്ട ഇപ്പം ചെയ്യേണ്ട, അത് വേണ്ടെന്നാണ്. പക്ഷെ അത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ എനിക്ക് ഇഷ്ടം തോന്നിയൊരു സംഭവത്തെ ഞാൻ വായിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെന്താ വിചാരിക്കും ഞാൻ പൈസ വാങ്ങി ചെയ്തു എന്ന് വിചാരിക്കും. ഞാൻ നിർത്തി വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിന് ഞാൻ ഇത് ചെയ്താലിപ്പോൾ എന്താ ഉണ്ടാകാൻ പോകുന്നത്. അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി 1-2 മണിക്കൂർ വിലപ്പെട്ട വാല്യുബിൾ ടൈം ഞാൻ മാറ്റി വെക്കണം. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിട്ടേൺ ആർക്ക്? ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് വാല്യൂ കിട്ടിയെന്ന് വരാം. എനിക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല. ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കാതിരുന്നതാണോ എന്നെ സാമ്പത്തികമായി എൻ്റെ സഹോദരങ്ങളെക്കാളും എൻ്റെ നാട്ടുകാരെക്കാളും അഭിവൃദ്ധി എത്തുന്നതിലേക്ക് നയിക്കാതിരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. എന്തുകൊണ്ട് ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടും അത്യാവശ്യം വരുമാനമുള്ളൊരു ജോലിയായിരുന്നിട്ടും, വരുമാനത്തിൻ്റെ ജോലി എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും എനിക്ക് ചിന്തിക്കാറുണ്ട്, ഒരു ഗവൺമെൻറ് അധ്യാപകർ, ഗവൺമെൻറ് ചാലഞ്ച് ചെയ്യുന്നവരെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ശമ്പളം വളരെ ചെറുതാണ്. ഒരുപാട് ടൈം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പോലും അവർക്ക് കിട്ടുന്ന ഒരു ശമ്പളം തന്നെ നമുക്ക് കിട്ടുന്നുള്ളൂ. എന്തുകൊണ്ട് അതിനെ മാർക്കറ്റ് ചെയ്യാൻ, നമ്മുടെ സ്വന്തം അസറ്റുകളെ മാർക്കറ്റ് ചെയ്യാൻ പരാജയപ്പെട്ടു? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചതിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഇക്കിഗായികളായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം അത് ചെയ്താൽ നമുക്ക് സംതൃപ്തി കിട്ടും. അത് ഇക്കിഗായിയിൽ മറ്റൊരു ഡെഫിനിഷൻ കൂടി, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി പോലും ഉണ്ടാവും എന്നുള്ളത് കൂടി ചിന്തിക്കണം. പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തോട് കലാപരമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആകുമ്പോൾ അതൊരു എമോഷണൽ അറ്റാച്ച്മെൻ്റായി മാറും. ആ അറ്റാച്ച്മെൻറ്റ് മാർക്കറ്റ് ചെയ്ത് അതിൽ നിന്ന് സാമ്പത്തികമായിട്ട് ഉണ്ടാക്കുന്നതിൽ കലാകാരന്മാർ പരാജയപ്പെട്ടു പോകും. അതായിരുന്നോ എന്നെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുന്നതിൽ നിന്ന് തടസ്സമായി നിന്നത്? മാർക്കറ്റിംഗ് അവർ സെൽഫ്. അവിടെ ഞാൻ ഫെയിലായോ? ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഇതുപോലെ ഇവൻറ്റ്സ് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ജീവിതം കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല, നമുക്ക് പരസ്പരം കൂടിയാലോചിക്കാൻ വേണ്ടിയാണ്. നമ്മളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പലരുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ എന്താണ്, അതിനെന്തൊക്കെ സൊല്യൂഷൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ്. ഒരു സഹോദരിയാണ് എന്നോട് ചോദിച്ചത്, നിങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ ചിലതൊക്കെ ഡേ ഇൻ മൈ ലൈഫിലെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടൊക്കെ ചെയ്യുമെങ്കിലും കൂടുതലും ഇതുപോലെ ആ ഡേ ഇൻ മൈ ലൈഫ് നൽകിയ പാഠങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. റിച്ച് ഡാഡ് പുവർ ഡാഡിലൊരു സംഭവമുണ്ട്. എന്നെ കണ്ടാൽ റിച്ച് ഡാഡ് എന്ന് വിളിക്കും, പക്ഷെ ബട്ട് ഐ ആം എ പുവർ ഡാഡ്. എന്തുകൊണ്ട്? ഞാൻ വാങ്ങിക്കൂട്ടിയതെല്ലാം ലയബിലിറ്റീസാണ്, ചിലവുകളാണ്, നോട്ട് അസറ്റ്സ്. എൻ്റെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ വാങ്ങി, ഇറ്റ്സ് ലയബിലിറ്റീസ്, അതിനെ മുമ്പോട്ട് ചെയ്യാൻ വേണ്ടി. ബട്ട് നോട്ട് ഗെറ്റിംഗ് റിട്ടേൺസ്, അസറ്റ്സ് കിട്ടുന്നില്ല. ഈ ലയബിലിറ്റീസ് വാങ്ങിക്കൂട്ടുന്നതിന് പുവർ ഡാഡാണ്. റിച്ച് ഡാഡ് അസറ്റ്സാണ് വാങ്ങിക്കിട്ടുക. അതിൽ നിന്ന് എങ്ങനെ ഇൻകം ഉണ്ടാക്കാം? യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വീഡിയോ മാർക്കറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇൻകം ഉണ്ടാക്കാം? അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പെയ്ഡ് പ്രൊമോഷൻ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെ ഫണ്ട് ഉണ്ടാക്കാം? അതാണ് റിച്ച് ഡാഡ് ചിന്തിക്കുക. പുവർ ഡാഡ് കലയും തോളിലേറ്റി അങ്ങനെ കിടന്നുകൊണ്ടിരിക്കും. ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണ്ട എന്നതിനർത്ഥമല്ല, ബന്ധങ്ങളെപ്പോലും പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണിത്. ബന്ധങ്ങളെ എങ്ങനെ പണം വായ്പ വാങ്ങാൻ ഉപയോഗിക്കാം, എങ്ങനെ ബന്ധങ്ങളുടെ പേരിൽ എനിക്ക് കോടീശ്വരനാവാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ വിക്ടിംസായി പോകുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. അസറ്റുകൾ അവർക്ക് ഒരുപാടുണ്ടാവും, അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അവരിൽ. പക്ഷെ അവരവിടെ ഇങ്ങനെ ഒരു മൂലക്ക് കിടക്കും. ഖസാക്ക് ബെൻസാലി എന്ന് പറയുന്നൊരു മോട്ടിവേഷൻ ട്രെയിനറുടെ ഒരു ക്ലാസ് ഈ അടുത്ത് കേൾക്കാനുണ്ടായി.
അദ്ദേഹത്തെ ചൂണ്ടിക്കുറയുന്നു. എന്നെക്കാളും പൊട്ടൻഷ്യാലിറ്റിയുള്ള ഒരുപാട് മനുഷ്യന്മാർ നിങ്ങൾക്കിടയിലുണ്ടാവും. എന്നെക്കാളും സാധ്യതകളുള്ളവരായിരിക്കും നിങ്ങൾ. പക്ഷെ ഞാനും നിങ്ങളും വ്യത്യസ്തരാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ എന്നെ സെയിൽ ചെയ്യുന്നതിൽ വിജയിച്ചു എന്നുള്ളതാണ്. നിങ്ങളെ സെയിൽ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മോട്ടിവേഷൻ സെക്ഷൻ യൂട്യൂബിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്ന് അറിയില്ല, കേട്ടുകൊണ്ടിരിക്കുമ്പം എൻ്റെ മൈൻഡിലേക്ക് എൻ്റെ ചിത്രമാണ് ഉദിച്ചു വന്നത്. അദ്ദേഹം സൂചിപ്പിച്ച ആ പരാജയപ്പെട്ട സെയിൽസ്മാൻ, പേഴ്സണൽ സെയിൽസ്മാൻ, അത് ഞാനാണ് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ഒരുപാട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉള്ള, മാർക്കറ്റിംഗ് പോസിബിലിറ്റീസ് ഉള്ള കാര്യങ്ങൾ ഞാൻ പഠനത്തിലൂടെ ഉണ്ടാക്കിയെടുത്തു. പക്ഷെ മാർക്കറ്റ് ചെയ്തില്ല. അതിനൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി. അവസാനം പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനും എൻ്റെ ലൈഫ്, എൻ്റെ ഫിറ്റ്നസ് മേഖലയിൽ കോട്ടം തട്ടിക്കുന്ന രീതിയിലേക്ക് നീങ്ങുക പോലും ഉണ്ടായി. ആ ബെനിഫിറ്റും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് മാറുകയുണ്ടായി. ശരിക്കും ചില കാര്യങ്ങളിൽ നമ്മളെ സെയിൽ ചെയ്യാൻ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ കുറേയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൽ നിന്ന് എന്താണ് കിട്ടാൻ പോകുന്നത്? ഓക്കെ, ഇപ്പം ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതിനു വേണ്ടി അധികം ടൈം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അധികം ടൈം അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യരുത്. അതിൽ നിന്ന് ഒരു വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, അത് സെയിൽ ചെയ്തെന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ അധികം ടൈം ഡെഡിക്കേറ്റ് ചെയ്യരുത്. അതിൽ ഇൻകം സെയിൽ ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കണം. ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധ്യതയിലാണെങ്കിൽ നിങ്ങളുടെ ടൈം എത്രമാത്രം ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്നുള്ളത് പാകമാക്കിക്കൊണ്ട് മാത്രമേ അതിന് ഡെഡിക്കേറ്റ് ചെയ്യാവൂ. അതിൻ്റെ പിന്നാലെ വല്ലാതെ അങ്ങോട്ട് ഫോളോ അപ്പിൽ പോയി അതും ആക്കാൻ പാടില്ല. അതിൻ്റെ മുന്നിൽ വരുന്ന നെഗറ്റീവ് കമൻസുകൾക്ക് വല്ലാതെ നിങ്ങളുടെ ടൈം ഊർജ്ജം ഡെഡിക്കേറ്റ് ചെയ്ത് കളയാനും പാടില്ല. വല്ലാതെ വരുന്ന നെഗറ്റീവ് കമൻസ് ഒക്കെ ബ്ലോക്ക് ചെയ്ത് കളയണം. അവർക്കൊന്നും ടൈം ഡെഡിക്കേറ്റ് ചെയ്യാൻ നമുക്കുണ്ടാവില്ല. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. ഈ ചിന്തകളായി തന്നെ കിടക്കും. പക്ഷെ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചത് കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് പറ്റുന്നു എന്നുള്ളത് എൻ്റെ ഒരു വിജയമായി ഞാൻ കാണുകയാണ്. ഒരു വിജയമായിട്ട് കാണുകയാണ്. എല്ലാവരും അങ്ങോട്ട് വിളിക്കുമ്പോഴേക്ക് അങ്ങോട്ട് എടുത്ത് ചാടുന്ന പലതും ഞാൻ നിർത്തി. ഞാൻ അപ്പോൾ ചിന്തിക്കും, ഐ ആം ഡെഡിക്കേറ്റിംഗ് മൈ പ്രിഷ്യസ് ടൈം ഫോർ ദം. വാട്ട് ദേ വിൽ ഗെറ്റ് ആൻഡ് വാട്ട് ഐ വിൽ ഗെറ്റ്. അവർക്കതൊരു സെയിൽസ് ടൂളാണ്, അവർക്കതൊരു അസറ്റാണ്. ബട്ട് ഫോർ മീ വാട്ട് ഐ ആം ഗെറ്റിംഗ്. ഞാൻ സ്വന്തം ചിലവിൽ ഡീസൽ അടിച്ച് അവിടെ പോകുന്നു, കുറേ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൈം ഞാനത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ദെൻ വാട്ട് ഐ വിൽ ഗെറ്റ്. ആ ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഫൈനാൻഷ്യലി മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണം. മോട്ടിവേഷൻ ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ വിളിക്കുമ്പം പണമില്ലാതെ ഒന്നും പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. പണം വാങ്ങേണ്ടടുത്ത് വാങ്ങി തന്നെ പോകണം. ചാരിറ്റി രൂപത്തിൽ ചെയ്യേണ്ടത് ചാരിറ്റി രൂപത്തിൽ ചെയ്യുകയും വേണം. അതും ആവശ്യമാണ്. അത് വേണ്ട എന്നല്ല. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വിളിക്കുമ്പോൾ എന്തിന് അവിടുന്ന് പണം വാങ്ങാതെ പോകണം? മിസ്റ്റേക്ക്. നോക്കണം, നമുക്ക് ഇത്ര ദിവസങ്ങളെ നമുക്കൊരു വർഷമുള്ളൂ, ഇത്ര ദിവസങ്ങളെ നമുക്ക് ബാക്കിയുള്ളൂ ജീവിതത്തിൽ. അതിൽ നിന്നാണ് നമ്മൾ കുറച്ച് ടൈം അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതിന് പേയ്മെൻറ്റ് കിട്ടുക തന്നെ വേണം, പേയ്മെൻറ്റ് വാങ്ങുക തന്നെ വേണം. പേയ്മെൻറ്റ് കിട്ടിയിട്ട് അത് എന്ത് പർപ്പസിൽ ഉപയോഗിക്കാം. അതിൽ നിന്നൊരു പേഴ്സണൽ ചാരിറ്റിക്ക് കൊടുക്കാം, എന്തിനും ചെയ്യാം. ബട്ട് യു ഹാവ് ടു ഗെറ്റ് പേയ്മെൻറ്റ് ഫോർ ദാറ്റ്. ഫൈനാൻഷ്യൽ ഗ്രോ കൈവരിക്കണമെങ്കിൽ അത് ആവശ്യമാണ്. ഫൈനാൻഷ്യൽ ഗ്രോത്ത് നമ്മൾ സ്വയം കൈവരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ മുന്നിൽ ഒരു ലാബിലൊട്ടിച്ചുകൊണ്ട് അവർക്ക് ഇന്ന സ്റ്റാറ്റസ് ഉണ്ടെന്ന് ജനം നിർണ്ണയിക്കുകയും അതിനനുസരിച്ചുള്ള വിധികളുമാണ് ഉണ്ടാവുക. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു ഡോക്ടർ എന്ന രീതിയിൽ എനിക്കൊരു സ്റ്റാറ്റസ് സമൂഹം വിധിച്ചിട്ടുണ്ട്. ഇത്ര ഇൻകം ഉണ്ടാവും, ഇത്ര ആളായിരിക്കും എന്നൊക്കെ. അതിനുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് കാണുക. ഇവിടെ ഒരു വീട് പോലും ഉണ്ടാക്കാത്ത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലം പോലും പണം കൊടുത്ത് വാങ്ങാത്ത സാഹചര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കില്ല. അത് വെച്ച് എനിക്കിങ്ങനെ പണത്തിന് വേണ്ടി ഇങ്ങനെ പണമില്ലാതെ ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന ആളെന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ കമ്പയർ ചെയ്യുന്നത് എന്നെക്കാളും ഹൈ ഇൻകമുള്ള എൻ്റെ സ്വന്തം എന്ന് പറയുന്ന മറ്റൊരു കമ്മ്യൂണിറ്റിയോടാണ്. എൻ്റെ താഴെയുള്ളവരോടല്ല ഞാൻ കമ്പയർ ചെയ്തത്. അങ്ങനെയാണ് കമ്പയർ ചെയ്യണമെന്നൊക്കെ പറയും. ബട്ട് യു ഹാവ് ടു കമ്പയർ ഈച്ച് അതർ. അവരോട് വെറുപ്പുണ്ടാവാനോ ദേഷ്യം ഉണ്ടാവാനോ ഒന്നുമല്ല. നമുക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ, അതുപോലുള്ള അസറ്റുകൾ കയ്യിലുണ്ടായിട്ട് എന്തുകൊണ്ടത് മാർക്കറ്റ് ചെയ്യാൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പണം നേടിയെടുക്കാൻ പറ്റിയ അസറ്റുകളിൽ നിന്ന് പണം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം തന്നെ ഉണ്ടാവണം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും അവരുടെ ആ വീട് പണി എൻ്റെ മൈൻഡിലേക്ക് ആ ഒരു സമയങ്ങളിൽ കൊണ്ടുവന്ന ചിന്തകൾ ഇതൊക്കെയായിരുന്നു. ഇനിയും പറയാനുണ്ട് പലതും. പലപ്പോഴായിട്ട് നമുക്ക് പറയാം. ദൈവം കനിഞ്ഞാൽ, കാരുണ്യവാൻ കനിഞ്ഞാൽ, സമയം ലഭ്യമായാൽ ഇനിയും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. ഓക്കെ, ബൈ.